ഈ പെയിന്റിംഗ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, എന്തെങ്കിലും കുഴപ്പമുണ്ടാ? വിശ്വപ്രസിദ്ധനായിട്ടുള്ള വില്യം ഹോൾമാൻ ഹണ്ട് വരച്ച ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ചിത്രമാണിത്. ഇത് അദ്ദേഹം വരക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ വീട്ടിലോട്ട് കയറി വരണുണ്ട്. ആ സമയത്ത് വില്യം ഈ കൂട്ടുകാരനോട് പറയാണ്, എടാ നീ ഈ ചിത്രം ഒന്ന് നോക്കിക്കേ, ഈ പെയിന്റിംഗ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ കൂട്ടുകാരൻ വളരെ നന്നായിട്ട് അതൊന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വില്യമിനോട് പറയാണ്, എടാ പെയിന്റിംഗ് ഒക്കെ വളരെ സൂപ്പർ ആയിട്ടുണ്ട്, കൊള്ളാം, പക്ഷെ ചെറിയൊരു പെശ കണ്ടല്ലോടാ. അതെ, നീ വരച്ചിരിക്കുന്ന ഈ ഡോർ ഉണ്ടല്ലോ, ഈ വാതിലിന് പുറത്ത് അതിന് ഹാൻഡിലില്ല, പുറത്തുനിന്ന് തുറക്കാനായിട്ട് അതിന് പിടിയില്ല. ആ സമയത്ത് വില്യം പറയാണ്, എടാ അതൊരു പെശക പറ്റിയതല്ല, തെറ്റുപറ്റിയതല്ല, ഈ വാതില് അങ്ങനെയാണ്, ഈ വാതില് അങ്ങനെയാണ്, ഈ വാതില് അകത്തുനിന്നേ തുറക്കാൻ പറ്റുള്ളൂ, പുറത്തുനിന്ന് ആർക്കും തുറക്കാൻ പറ്റില്ല. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം ഈ ചിത്രം വരച്ചത്. വചനം ഇങ്ങനെയാണ്, ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അടുത്തേക്ക് വരികയും അവനോട് ഭക്ഷിക്കുകയും ചെയ്യും. വിശുദ്ധ അഗസ്തീനോസ് പറയണത് പോലെ നമ്മുടെ അനുവാദമില്ലാതെ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ അനുവാദം കൂടാതെ നമ്മളെ രക്ഷിക്കാനും പറ്റൂല. ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. ആരൊക്കെ നമ്മെ ഒറ്റക്കാക്കി പോയാലും, ആരൊക്കെ നമ്മെ പരിഹസിച്ചാലും, നമ്മളെ തെറ്റിദ്ധരിച്ചാലും, ആരൊക്കെ നമ്മെ തള്ളിപ്പറഞ്ഞാലും, അവിടുത്തെ ഹൃദയത്തിൽ നിങ്ങൾക്ക് എനിക്ക് ഒരു സ്പേസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് സ്പേസ് എന്താ? ഈശോ നമ്മുടെ വാതിലിങ്ങനെ എപ്പോഴും മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കണണ്ട.